നമ്മൾ തന്നെ ഒരു എഫേർട്ട് ഇട്ട് വേണം തിരിക്കും. വിസിബിലിറ്റി ചെറിയൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ എസ്പെഷ്യലി എന്തെങ്കിലും നൈറ്റ് ഡ്രൈവ് ചെയ്യുവാന്ന് വെച്ചോ. ഒരു 18 വയസ്സിന് ശേഷം കോളേജിൽ പോകാനൊരു വണ്ടി. മോറിസ് ഗരാജ് അഥവാ MG ഇന്ത്യൻസിന് അധികം പോപ്പുലർ അല്ലാത്ത ഒരു ബ്രാൻഡായിരുന്നു ഒരു 10 വർഷത്തിനപ്പുറം. പക്ഷേ മോറിസ് എന്ന് പറയുന്ന ബ്രാൻഡ് എല്ലാവർക്കും അറിയായിരുന്നു. മോറിസ് ഗരാജ് ആദ്യമായിട്ട് ഇന്ത്യയിൽ അവതരിപ്പിച്ച ഇലക്ട്രിക് വെഹിക്കിളാണ് ZS EV. ഇത് MG ആസ്റ്ററിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ചതാണ്. വെൽക്കം ടു വെലോസിറ്റി. അപ്പൊ ഇവൻ മാധവൻ എൻ്റെ മകൻ. ഇവന്റെ ചെറുപ്പം മുതലുള്ള വണ്ടിയുടെ ഒരു എന്താ പറയുന്നത്, എന്തായിരുന്നു ഇവന്റെ ആദ്യത്തെ ഇവൻ ഞാൻ കണ്ടു തുടങ്ങിയ വണ്ടി, അല്ലെങ്കിൽ ഇവനുണ്ടായ സമയങ്ങളിൽ ഇവൻ ആദ്യം കയറിയ വണ്ടി, അങ്ങനെ ഒരു ഫ്ലോയിൽ ഈ കാര്യങ്ങളിങ്ങ് പോരാ. അപ്പം മാധവൻ ഉണ്ടായ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു വാഗണാർ ഉണ്ടായിരുന്നു. ഒരു വാഗണാർ, അതിലാന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇവനെ ഞാൻ ഒരു വർഷം വീട്ടിലോട്ട് കൊണ്ടുപോയ വണ്ടി. എനിക്ക് തോന്നുന്നു വാഗണായിരുന്നു. അതാണ് അന്നത്തെ വണ്ടി. ഓർമ്മയുണ്ടോ? നീല വണ്ടി. നീല വണ്ടിയും മാധവന് ഓർമ്മയുണ്ട്. അവിടുന്ന് തുടങ്ങിയ ഒരു 15, 20, 18 വർഷത്തെ പ്രയാണത്തിലാണ് ഇപ്പൊ MGയുടെ ഒരു ഇലക്ട്രിക് വെഹിക്കിളിൽ എത്തിയിരിക്കുന്നത്. ഒരു അൾട്ടോ ഉണ്ടായിരുന്നു പണ്ട്, റെഡ് അൾട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കൊടുത്തിട്ടാണ് മറ്റേ സ്വിഫ്റ്റ് വന്നത്. 2012 or 2013, എനിക്ക് എക്സാക്ട് ഓർമ്മയില്ല. പക്ഷേ ആ കൊല്ലാണ് സ്വിഫ്റ്റ് വന്നത്. ഡീസൽ വണ്ടിയായിരുന്നു, അടിപൊളി വണ്ടിയായിരുന്നു അത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും വലിയൊരു ജമ്പ് എന്നൊക്കെ പറയാവുന്ന ഇനോവ വന്നത് 2015. ഇനോവ അത്യാവശ്യം നല്ല ലോങ് ഡിസ്റ്റൻസ് തന്നെ ഓടി, ഒരു 3 ലക്ഷം കിലോമീറ്റർ അടുപ്പിച്ച് ഓടി. അപ്പോഴത്തേക്ക് നാച്ചുറൽ ആയിട്ട് ഇനോവ കഴിഞ്ഞ അടുത്ത വണ്ടി എന്നൊരു ചോദ്യം വന്നപ്പോഴത്തേക്കും ഇനോവ ക്രിസ്റ്റ തന്നെ എടുത്തു. ഇപ്പൊ ഇനോവ ക്രിസ്റ്റ ഉണ്ട്. ഇനോവ ക്രിസ്റ്റ നന്നായിട്ട് ഓടി, ഒരു 1 ലക്ഷം കിലോമീറ്റർ അതും എത്തി. പിന്നെ അത് കഴിഞ്ഞ ഒരു സെക്കൻഡറി കാറിനൊരു തോട്ട് വന്നപ്പോഴത്തേക്കുമാണ് EV എടുത്താലോ എന്ന് ചിന്ത വന്നത്. അപ്പൊ നമ്മൾ കുറെ എന്താ പറയാ യൂസർ റിവ്യൂസ് ആണെങ്കിലും, അതുപോലെ തന്നെ സോ കോൾഡ് ടെസ്റ്റ് ഡ്രൈവ്സും, അതുപോലെ തന്നെ റിവ്യൂവർമാരുടെ റിവ്യൂ എല്ലാം നോക്കി കുറെ നാൾ, ഒരു 1 കൊല്ലം 2 കൊല്ലം ഓൾമോസ്റ്റ് തപ്പിയിട്ടാണ് ലാസ്റ്റ് ഈ വണ്ടിയിലോട്ട് നമ്മൾ ലാൻഡ് ചെയ്തത്. ഇത് നല്ലൊരു തീരുമാനമാണെന്ന് ഞാൻ പറയത്തുള്ളൂ പേഴ്സണലി. കാരണം നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ യൂസ് ചെയ്യാൻ ഭയങ്കര. ഇപ്പൊ ഞാൻ ലൈസൻസ് എടുത്തിട്ട് അധികം ആയിട്ടില്ല. ഞാൻ എടുത്തിട്ട് ഒരു 3-4 മാസം ആയിട്ടുള്ളൂ. പക്ഷെ ഞാൻ ഇതുവരെ ഓടിച്ചിരിക്കണേ വെച്ച് ഏറ്റവും ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് ഈ വണ്ടി. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് മാത്രമല്ല കേട്ടോ, ഇതിന്റെ സ്റ്റിയറിംഗ് ആണെങ്കിലും ഓവറോൾ ഒരു ഫീൽ ആണെങ്കിലും ഭയങ്കരമായിട്ട് നമുക്കൊരു എന്താ പറയാ ഡ്രൈവിങ്ങിന് ഒരു സുഖം തന്നെ ഒരു വണ്ടിയാണിത്. അതേപോലെ തന്നെ യാത്രയാണ് അതേ സെയിം ടൈം. അപ്പം EVയിലോട്ട് വന്നൊരു വഴിയാണ് മാധവൻ പറഞ്ഞത്. ശരിക്കും EVയെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ ഓണം, അതായത് ഇവനൊരു 18 വയസ്സിന് ശേഷം കോളേജിൽ പോകാനൊരു വണ്ടി, അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. ഒരു സെക്കൻഡ് വെഹിക്കിൾ എന്നുള്ളൊരു രീതിയിലോട്ട് ചിന്തിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് EVയിലോട്ട് വരാൻ കാരണം. അത് കുറേ ചെറിയ വണ്ടികൾ നോക്കി, മാരുതിയുടെ വണ്ടികളും കാര്യങ്ങളും. പക്ഷേ പെട്രോൾ എക്സ്പെൻസ്, അതുപോലെ ഡീസലാണെങ്കിൽ ഇന്നത് ആ റേറ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ പുതിയൊരു വണ്ടി വരുന്ന EV നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് ആലോചിക്കാമെന്ന് വെച്ചിട്ടാണ് ടാറ്റയുടെ EV സെഗ്മെൻറ്റിൽ പഞ്ച് നോക്കി. പിന്നെ അതിൻ്റെ ഹയർ മോഡൽ നെക്സോൺ നോക്കിയിരുന്നു. അത് രണ്ടും നോക്കിയിരുന്നു. ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളെല്ലാം എടുത്താണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു രണ്ടും. പക്ഷേ പിന്നെ സർവീസ് കാര്യങ്ങളും ഒക്കെ ആൾക്കാർ പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു സാങ്കേതിക ബുദ്ധിമുട്ട്, ഒരു പേടി കാരണമാണ് പിന്നെ അത് വേണ്ടാന്ന് വെച്ച് ഇതിലോട്ട് തന്നെ വരാനുള്ള കാരണമാണ്. പിന്നെ പെട്രോൾ വണ്ടി നോക്കി, ഒരു 10 lakhs കിട്ടുന്ന ഒരു പെട്രോൾ വണ്ടി നോക്കിയതാണ്. ഫോൺസ് അതുപോലെയുള്ള സാധനങ്ങൾ നോക്കി. പിന്നെ എന്തുകൊണ്ടും എനിക്ക് മാധവന് ഒരുമിച്ച് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. അവന് കോളേജിൽ പോണേലും മാത്രമല്ല എനിക്ക് ലോങ് ട്രിപ്പുകളിൽ, അതായത് എൻ്റെ ഈ ഒരു ഡീസൽ കൺസംഷൻ കുറയ്ക്കാമല്ലോ എന്നൊരു രീതിയിലോട്ടാണ് പിന്നെ ലാസ്റ്റ് ഇതിൽ MGയിലോട്ട് തന്നെ വന്നത്. അത് എനിക്ക് കോളേജിൽ പോയി എടുക്കാന്ന് പറഞ്ഞാലും എന്നേക്കാൾ കൂടുതൽ ഇപ്പൊ വണ്ടി ഓടിച്ചിരിക്കുന്ന അച്ഛൻ തന്നെയാണ്. അതെ, അത് ശരിയാ. 20,000 കിലോമീറ്റർ ഓടിക്കണമെങ്കിൽ 20,000 ഓടിച്ചിരിക്കുന്ന അച്ഛനാണ്. ഞാൻ അവിടെ ഒരു 10-200 കിലോമീറ്റർ ഞാൻ മൊത്തത്തിൽ ഓടിച്ചിട്ടുള്ളൂ വണ്ടി. പക്ഷെ ഓടിച്ച് വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ ക്രിസ്റ്റ ഓടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടി ഓടിച്ചു. പക്ഷെ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഓവറോൾ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കുറച്ചുകൂടെ ഭയങ്കര ഈസി ആയിട്ടൊരു വണ്ടിയാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഈ ഇലക്ട്രിക് വെഹിക്കിൾ. അങ്ങനെ അതാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ്. എസ്പെഷ്യലി ഇതിന്റെ സ്റ്റിയറിംഗ് വരുവാണെങ്കിൽ ഭയങ്കര സ്മൂത്ത് ലൈക്ക് ബട്ടർ എന്ന് പറയുന്ന രീതിയിലുള്ള സ്റ്റിയറിംഗ് ആണ്. നമുക്കത് ഇങ്ങനെ ഒരു വിരൽ കൊണ്ട് തിരിക്കാൻ പറ്റിയ സ്റ്റിയറിംഗ് ആണ് ഈ വണ്ടിയുടെ. അതാണ് എനിക്ക് തോന്നുന്നത് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജും. കാരണം ക്രിസ്റ്റ വെച്ച് കമ്പയർ എന്ന് വെച്ചാൽ ക്രിസ്റ്റയുടെ സ്റ്റിയറിംഗ് ഒക്കെയാണ് നമ്മൾ തന്നെ ഒരു എഫേർട്ട് ഇട്ട് വേണം തിരിക്കാൻ. ഇതൊരു എഫേർട്ട്ലെസ് ആയിട്ടുള്ള ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് ബേസിക്കലി. പിന്നെ പറയുവാണെങ്കിൽ സൗണ്ട് സിസ്റ്റവും പരിപാടിയൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ടോപ്പ് നോച്ച് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് ബേസിക്കലി വണ്ടിയുടെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
ഇതിന്റെ മേജർ ഡ്രോബാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൈനർ ആയിട്ട് വന്ന ചില ഫിറ്റിംഗ്സ് ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ ഈ ഒരു ബോർഡിന്റെ കാര്യമാണെങ്കിൽ തന്നെ ഇതൊക്കെ ഭയങ്കര ഫ്ലിംസി ആയിട്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ചെറിയ ചാട്ടം ചാടിയാൽ പോലും ഇത് വിട്ട് വരും. അപ്പോൾ നമുക്ക് ഒരിക്കലും ഇത് ഇങ്ങനെ ഒരു വിശ്വസിച്ചത് വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ഇത് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. പിന്നെ എനിക്കിത് മേജർ ഒരു ഡ്രോബാക്ക് എന്ന് തോന്നിയത് അഫ്കോഴ്സ് ഇവൻ്റെ AC ആണ്. ഫ്രണ്ട് ഇരിക്കുമ്പോൾ ആ ഒരു പ്രശ്നം തോന്നിയില്ലെങ്കിലും ബാക്കി ഇരിക്കുമ്പോൾ വെൻറ്റിൻ്റെ എണ്ണം കണ്ടമാൻ 2 വെൻറ്റേ ഉള്ളൂ ബാക്കി ഇരിക്കുന്നവർക്ക്. അതും വന്നിട്ട് അതിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് വരുവാണെങ്കിൽ സെൻറ്ററിൽ വന്നുകൊണ്ട് കറക്റ്റ് സൈഡിൽ ഇരിക്കുന്നവർക്ക് അതിൻ്റെ ഒരു കൂളിംഗ് കിട്ടാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ നമ്മൾ ഏറ്റവും ലോവസ്റ്റ് സെറ്റിങ്ങിലോട്ട് ഇട്ടാൽ പോലും നമുക്ക് ആ കൂളിങ്ങിൻ്റെ ഒരു ഒരു എഫക്റ്റ് കിട്ടത്തില്ല. അത് നൈറ്റ് റൈഡ്സിലും നമുക്ക് അത്രയും ബാധിക്കത്തില്ല. പക്ഷേ എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ സിറ്റിയൊക്കെ പോവുകയാണെങ്കിൽ ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്നാല് കറുത്ത വണ്ടിയും കൂടെ ആയതുകൊണ്ട് ഹീറ്റ് കണ്ടമാനം അബ്സോർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അകത്തിരിക്കുന്നവർക്ക് ഒരു 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 ഇറിറ്റേഷൻ പോലെ കുറച്ച് കഴിയുമ്പോൾ ഫീൽ ചെയ്യും. അതാണ് ഈ വണ്ടിയുടെ ഒരു മേജർ ഡ്രോബാക്ക് എന്ന് എനിക്ക് തോന്നിയത് പേഴ്സണലി. പിന്നെ ഞങ്ങളുടെ ഏത് വണ്ടിയാണെങ്കിലും ഞങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബൂട്ട് സ്പേസ് തന്നെയാണ്. കാര്യം ഇപ്പോൾ നമ്മുടെ വർക്ക് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് സാധനങ്ങൾ, ഇപ്പോൾ ഫാനാണ്, ആക്ഷൻ ഫാൻ, അതുപോലത്തെ വലിയ വലിയ സാധനങ്ങളാണ് ഇത് കയറുന്നത്. ബേസിക്കലി ഒരു കാർഗോ വണ്ടി പോലെയാണ് മിക്ക സമയങ്ങളും നമ്മളിപ്പോൾ യൂസ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഈ വണ്ടിയുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് തന്നെ ഈ വണ്ടിക്ക് വന്നിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, ഒരുപാട് സാധനങ്ങൾ വെച്ചുകൊണ്ട് വരാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ് ഇത് ആക്ച്വലി. അപ്പം നമ്മൾ എൻ്റെ ഡ്രൈവിങ്ങിൽ ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ള കാര്യം. ഒരു പെട്രോൾ ഹെഡ് എന്നുള്ള നിലയ്ക്ക് EVയുടേതായിട്ടുള്ള ഇപ്പോൾ ഒച്ച കേൾക്കാത്തതിൻ്റെ ഒരു കുഴപ്പമുണ്ട്, അതെനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ അതല്ലാണ്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഈ വണ്ടിയുടെ ഒരു 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 ഓവറോൾ ഒരു യൂസബിലിറ്റി ഉണ്ട്. അതായത് ഇതിൻ്റെ ഓടിക്കാനുള്ള എളുപ്പം ബേസിക്കലി. അത് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിഗിനർ, എസ്പെഷ്യലി ഇപ്പോൾ ഒരാൾ ഡ്രൈവിംഗ് പഠിച്ച് ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളെങ്കിൽ ഇതിലും നല്ലൊരു വണ്ടി ഓടിച്ചു പഠിക്കാൻ വരില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഇതിൻ്റെ സ്റ്റിയറിംഗ് തൊട്ട് ആക്സിലേറ്റർ എല്ലാം നമുക്ക് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ടൊരു പരിപാടിയാണ്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഇനോവയൊക്കെ നോക്കുവാണെങ്കിൽ നമ്മൾ എന്താ 2 കൈ പിടിച്ചിട്ട് ഫുള്ള് പവർ കൊടുത്തിരിക്കണം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഈ വണ്ടിക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മളിത് ഇപ്പോൾ കണ്ടു, ഈ ഫെദർ ടച്ച് നമുക്ക് ഒറ്റ വിരലുണ്ടി സാധനം നമുക്ക് സുഖമായിട്ട് സ്റ്റിയർ ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പോൾ പുതിയതായിട്ട് വണ്ടി ഡ്രൈവിംഗ് പഠിച്ച് വന്നവർക്ക് ആ ഒരു ടെൻഷൻ എന്തായാലും കാണത്തില്ല. പക്ഷെ അതേ അറ്റ് ദ സെയിം ടൈം ഇഫ് യു ആർ മോർ ഇൻ ടു ദ പെർഫോമൻസ് ആസ്പെക്ട് ഓഫ് ഇറ്റ്, ഇതിലൊരു മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്കിംഗ് ആണ് ഞാൻ പറയുന്നത് ഒരു മെയിൻ പ്രശ്നം. അതിൻ്റെ ബേസിക് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇപ്പം നോർമൽ ഒരു പെട്രോൾ വണ്ടി അല്ലെങ്കിൽ ഒരു ഡീസൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എഞ്ചിൻ ബ്രേക്കിംഗ് എന്നൊരു ഫാക്ടർ ഉണ്ട്. ഇപ്പം ഈ വണ്ടി മോട്ടർ ആയതുകൊണ്ട് നമുക്ക് എഞ്ചിൻ ബ്രേക്കിംഗ് കിട്ടത്തില്ല. അപ്പം ഇഫ് യു ആർ യൂസ് ടു ഡ്രൈവിംഗ് പെട്രോൾ ഓർ ഡീസൽ കാർ, ഇതിൻ്റെ ബ്രേക്കുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആവാൻ യു വിൽ ടേക്ക് സം ടൈം. ആ ഒരു അക്ലമറ്റൈസേഷൻ പ്രോസസ്സ് ഒരു പൊടിക്ക് പാടാണ്. പിന്നെ അറ്റ് ദ സെയിം ടൈം ഈ വണ്ടിക്ക് ബ്രേക്കിങ്ങിൻ്റെ മെയിൻ കാര്യം വെച്ചാൽ റീജനാണ്. അപ്പം ഈ റീജൻ എന്ന് വെച്ചാൽ മോസ്റ്റ്ലി ഞങ്ങളിപ്പോൾ ലെവൽ 3 റീജൻ ഇട്ടേ പോകത്തുള്ളൂ. കാരണം എന്നാലും നമുക്ക് ആ ഇനോവ ക്രിസ്റ്റയൊക്കെ ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബ്രേക്കിങ്ങിൻ്റെ ഒരു എഫക്റ്റ് കിട്ടണമെങ്കിൽ ആ ലെവൽ 3 ബ്രേക്കിംഗ് തന്നെ നമ്മൾ ചെയ്യണം. ലെവൽ 3 റീജൻ തന്നെ നമ്മൾ ഇടണം. പക്ഷേ അറ്റ് ദ സെയിം ടൈം ആ റീജൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ റീജൻ വന്നത് എപ്പോഴും 90% താഴെ ആകുമ്പോൾ റീജൻ തുടങ്ങത്തുള്ളൂ വണ്ടി. ആ തുടങ്ങണതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 90% മുകളിൽ ആ വണ്ടിയെങ്കിൽ വണ്ടിയുടെ ബ്രേക്കിംഗ് നമ്മൾ ഭയങ്കരമായിട്ട് ഹിൻഡർ ആവും. അപ്പോൾ അടുത്ത കാര്യം എന്ന് വെച്ചാൽ അത് ഇപ്പം ചായ പോലെ സസ്പെൻഷൻ ചാട്ടം ശരിക്കും അറിയും, അതൊരു പ്രശ്നം തന്നെ അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇപ്പം നമ്മളൊരു ഹൈവേ അല്ലെ അത്യാവശ്യം നല്ല റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കണമെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ ഇപ്പം നമ്മൾ ഈ ഓടുന്ന റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിത്തിരി ഉള്ളോട്ടാണ്. ആ ഉള്ളിൽ നല്ല റോഡൊന്നും അല്ല ഇത് കാണുന്ന പോലെ. അപ്പം അത് നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് ചാട്ടം ശരിക്കും ഫീൽ ചെയ്യും. നമുക്ക് നടുവിനൊക്കെ ചെറിയൊരു വേദന പോലെ തോന്നും. എനിക്ക് പിന്നെ എസ്പെഷ്യലി ക്രിസ്റ്റ ഇപ്പോൾ ഇനോവ കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 10 കൊല്ലമായി. അപ്പം നമ്മൾ ഫുൾ യാത്ര ഇനോവയിലായതുകൊണ്ട് അതിൽ നിന്ന് മാറി ഇതിലോട്ട് വന്നപ്പോഴത്തേക്കും ഈ ചാട്ടവും പരിപാടിയൊക്കെ നമുക്കൊരു പ്രശ്നം തന്നെയാണ് ആക്ച്വലി. പിന്നെ അഫ്കോഴ്സ് ഇതിൻ്റെ സ്പേസ് ഇപ്പം ഇനോവയിൽ നിന്ന് തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ക്യാബിൻ സ്പേസ് 2ലും 2ആണ്. പക്ഷെ എന്നാലും ഇനോവയിൽ കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ ആണെങ്കിലും നമുക്ക് മൊത്തത്തിൽ കിട്ടുന്ന റൈഡിങ് പൊസിഷൻ ഇതിലേക്കാൾ ബെറ്റർ ആണ്. അതാണ് ഇതിലെ മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നമ്മൾ ഡ്രോബാക്സ് ഇത്രയും അനുസരിച്ച് എനിക്കിതിൽ തോന്നിയ ഒരു വലിയൊരു പ്രശ്നമല്ല. വിസിബിലിറ്റി ചെറിയൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ എസ്പെഷ്യലി എന്തെങ്കിലും നൈറ്റ് ഡ്രൈവ് ചെയ്യുവാന്ന് വെച്ചോ, അതും ഹെവി റെയിൻ. നോർമൽ നൈറ്റ് ഡ്രൈവ് പ്രശ്നമില്ല. പക്ഷെ മഴയുള്ള രാത്രിയിൽ എസ്പെഷ്യലി വണ്ടി ഓടിക്കുമ്പം ഇതിൻ്റെ ഈ LED പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷേ നമുക്ക് ആ ഒരു വേണ്ട ത്രോയും റീച്ചും കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അത് ഒരു നമുക്കൊരു ഒരു കറക്റ്റ് ഒരു വ്യൂ നമുക്ക് എപ്പോഴും അത് ഓഫർ ചെയ്യുന്നില്ല ആക്ച്വലി. നമ്മൾ പിന്നെ ഓരോ ഊഹോപോഹങ്ങൾ വെച്ചാണ് പിന്നെ ആ സമയത്തൊക്കെ വണ്ടി ഓടിക്കേണ്ടി വന്നത്. പിന്നെ ഫോഗ് ലാംപ്സും പരിപാടിയൊന്നും എക്സ്ട്രാ വരാത്തത് കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ ഡ്രോബാക്കും ഉണ്ട്. പിന്നെ വേറെ പറയുവാണെങ്കിൽ ഏഷ്യയുടെ ഡ്രോബാക്ക് പറഞ്ഞില്ലേ നമ്മൾ. സോ അടുത്തൊരു ബേസിക് എല്ലാ MGയുടെ വണ്ടിയും പോലെ തന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ടോപ്പ് നോച്ച, ഒന്നും പറയാനില്ല. ഇല്ല സോഫ്റ്റ്വെയർ ആണെങ്കിലും എല്ലാം അത്യാവശ്യം ഡീസെൻ്റ് എന്ന് പറയാൻ നല്ല പെർഫോമൻസ് ആണ്. നമുക്കിപ്പം ഒട്ടുമിക്ക ആപ്സും യൂസ് ചെയ്യാൻ പറ്റും. സ്പോട്ടിഫൈ ആണെങ്കിലും ജിയോ ആണെങ്കിലും എല്ലാം. പിന്നെ വയർലെസ് ആയിട്ട് ആപ്പിൾ കാർപ്ലേ,
ആൻഡ്രോയിഡ് ഓട്ടോ ഇതെല്ലാം കിട്ടുന്നുണ്ട്. സോ അതെല്ലാം ഒരു വൺ പോസിറ്റീവ് തന്നെയാണ്. പിന്നെ ബേസ് മോഡലായതുകൊണ്ട് തന്നെ സ്പീക്കറിൽ ഇത് ബേസിക് ലെവൽ സ്പീക്കറിനകത്ത് കിട്ടുന്നുള്ളൂ. അത് ബേസ് മോഡലായതിൻ്റെ കുഴപ്പമാണ്. ടോപ്പ് മോഡൽസിലോട്ട് പോകുമ്പം പ്രോപ്പർ ഫുൾ സൗണ്ട് സിസ്റ്റം തന്നെ നമുക്ക് കിട്ടും. ഇതിൽ വന്നത് ഇപ്പോൾ JBLൻ്റെ തന്നെ സിസ്റ്റമാണ്. അത് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക്. പക്ഷേ ഈ പറഞ്ഞ പോലെ അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ള കാര്യം സംശയമാണ്. കാരണം 2 സ്പീക്കേഴ്സ് ഓവറോൾ ഉള്ളൂ. ഇപ്പോൾ ഈ വണ്ടിയുടെ ക്യാബിൻ സൈസ് നോക്കുവാണെങ്കിൽ 2 സ്പീക്കർ ആക്ച്വലി അത്രയല്ല. അതിലും ഒരു മിനിമം 4 മെയിൻ സ്പീക്കറെങ്കിലും നമുക്ക് വേണം. ബേസിക്കലി ഇതാണ് വണ്ടിയുടെ 3 കീ ആസ്പെക്ട്സ്. അതായത് മോഡ്, ഈ കെർസ് എന്ന് പറയുന്ന സാധനമാണ് റീജൻ, അതായത് വണ്ടിയുടെ ബ്രേക്കിങ്ങും. റീജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ എല്ലാ ഇലക്ട്രിക് വണ്ടിയിലുള്ള പോലെ തന്നെ നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോഴത്തേക്കും ബാറ്ററിയിലോട്ട് പവർ പിന്നെയും കയറും. അതാണ് റീജന്റെ ബേസിക് ഉദ്ദേശം. അതായത് ബ്രേക്ക് ചവിട്ടുമ്പം ബാറ്ററിയിലോട്ട് പവർ തിരിച്ചു കയറുന്നു. അപ്പം അത് സെലക്ട് ചെയ്യാൻ അതിന് 3 ലെവൽസ് ആണുള്ളത്. ഇപ്പോൾ റീജൻ ലെവൽ 1, 2, 3. അത് പ്രോഗ്രസീവ്ലി ഓബിയസ്ലി 1 എന്ന് വെച്ചാൽ ഏറ്റവും കുറവ്, 2 എന്ന് വെച്ചാൽ മീഡിയം, 3 എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ. അതാണ് ഈ കേഴ്സ് എന്ന് പറഞ്ഞ കാര്യം. പിന്നെ ബാറ്ററിയുടെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് നമുക്ക് ഒരു ക്വിക്ക് ആക്സസ് പോലെ, അതായത് നമുക്ക് എത്ര ചാർജ് ബാക്കിയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണത്. നമ്മുടെ ഇവിടുത്തെ ഈ ഇൻഫോർടൈൻമെന്റ് ലൈക്ക് ക്ലസ്റ്ററിലും കാണും അത്. പക്ഷേ നമുക്ക് ഈ സ്ക്രീനിൽ കാണാൻ വേണ്ടിയാണ് അത് ബേസിക്കലി ഇട്ടേക്കണേ. പിന്നെ അത് അറ്റ് ദ സെയിം ടൈം ഇതിനകത്ത് 3 മോഡാണ് വന്നത്. എക്കോ മോഡുണ്ട്, സ്പോർട്സ് മോഡുണ്ട്, നോർമൽ മോഡുണ്ട്. നമ്മൾ മോസ്റ്റ്ലി ഇക്കോ ആയിട്ടാണ് ഓടിക്കുന്നത്. നമുക്ക് മാക്സിമം റേഞ്ച് ഇതിൽ നിന്ന് ഊറ്റിയെടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. പിന്നെ സ്പോർട്സ് മോഡും ഉണ്ട്. സ്പോർട്സ് മോഡ് ഉള്ളപ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ പിക്കപ്പ് ഇതിനും കൂടും ആക്ച്വലി. അതാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള കൺട്രോൾ സിസ്റ്റം എന്ന് വെച്ചാൽ. പിന്നെ ഇതിനകത്ത് വന്നതെന്ന് വെച്ചാൽ ഒരു റോട്ടർ സിസ്റ്റമാണ് ഗിയറിനകത്ത് വന്നത്. അതായത് ഡ്രൈവ് സെലക്ടർ, ബേസിക്കലി ഡ്രൈവ്, ന്യൂട്രൽ, റിവേഴ്സ്, നമ്മളൊരു റോട്ടർ സിസ്റ്റം. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇതുപോലെ ഞാൻ കണ്ടിരിക്കുന്നത് റേഞ്ച് റോവറിൻ്റെ വണ്ടിയിലൊക്കെ ഉള്ള പോലത്തെ സെയിം സിസ്റ്റമാണ് ഇതിനകത്തും നമ്മൾ യൂസ് ചെയ്തിരിക്കണേ. പിന്നെ ബാക്കി എല്ലാ വണ്ടിയിലുള്ള പോലെ നോർമലായിട്ട് പാർക്കും ഹിൽ ഹോൾഡ് അസിസ്റ്റും പരിപാടി എല്ലാം ഉണ്ട് ഇതിനകത്ത്. അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇപ്പം MG എനിക്ക് 25,000 കിലോമീറ്ററോളം നമ്മൾ ഓടി, വലിയ കുഴപ്പമില്ല, സുഖമായിട്ട് പോകുന്നു. വേറെ ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് വണ്ടി ഉണ്ടാക്കി തന്നിട്ടില്ല ഇതുവരെ. എക്കണോമിയാണ് താനും. പിന്നെ യാത്രാസുഖം കുറച്ച് കുറവുണ്ട്. ബാക്ക് സീറ്റ് ഷെയ്ക്ക് ഭയങ്കരമാണ്. ചെറിയ കട്ടർ പോലും ഭയങ്കരമായിട്ട് നമുക്ക് എഫക്റ്റ് ചെയ്യും. ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. ഫ്രണ്ട് സീറ്റ് വലിയ കുഴപ്പമില്ല. വേറെ ഡ്രോബാക്സ്, വേറെ വണ്ടിയെക്കുറിച്ച് പറയാൻ വേറെ ഡ്രോബാക്സ് എനിക്കില്ല ശരിക്കും. ഇത് തന്നെയാണ് മെയിനായിട്ട്. യാത്ര കംഫർട്ട് ഇച്ചിരി കുറവുണ്ട് തീർച്ചയായിട്ടും. പിന്നെ ആദ്യ കാലങ്ങളിൽ എനിക്കിത് വണ്ടി യാത്ര ചെയ്യുമ്പം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തോ ഒരു ഇലക്ട്രിക് മീഡിയയിൽ ഇരിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. എന്തോ ഒരു തലയ്ക്കൊരു ബുദ്ധിമുട്ട് പോലെ എനിക്ക് ആദ്യ കാലങ്ങളിൽ തോന്നി. ഇപ്പം യൂസ്ഡ് 10,000 കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടില്ല. കണ്ടിന്യൂസ് 500 കിലോമീറ്റർ യാത്ര ചെയ്താലും വലിയ കുഴപ്പങ്ങൾ ഇപ്പോൾ കാണിക്കാറില്ല. ബോഡി അതായിട്ട് സെറ്റായെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വേറെ ബുദ്ധിമുട്ടുകളില്ല. പിന്നെ ടയറിൻ്റെ തേയ്മാനമായിരുന്നു പിന്നീട് പറഞ്ഞൊരു പ്രോബ്ലം. അപ്പം ടയർ 10,000 പോലും കിട്ടില്ല, അല്ലെ 12,000 ഒക്കെ കിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ എല്ലാവരും പറഞ്ഞിരുന്നു. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ ഇപ്പോഴും എൻ്റെ ടയർ 50% പോലും ആയിട്ടില്ല ഇത്ര ആയിട്ട്. ഏകദേശം അതുകൊണ്ട് ടയറിൻ്റെ തേയ്മാനം ഒരു പ്രോബ്ലം ആയിട്ട് തോന്നണില്ല എനിക്ക്. സേഫാണ്, സംശയമില്ല. വണ്ടി ഓവറോൾ ഞാൻ വണ്ടിയിൽ ഹാപ്പിയാണ്. ഞാൻ ചാർജിങ് വെളിയിൽ നിന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു 1 പ്രാവശ്യം കണ്ടേ ഞാൻ ചാർജ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഓടിയ കിലോമീറ്റേഴ്സ് എല്ലാം ഞാൻ വീട്ടിലെ ചാർജിങ് സ്ലോ ചാർജ് തന്നെയാണ് ചെയ്തിരുന്നത്. അത് കാരണം വലിയ പേയ്മെൻറ്റ്സ്, എനിക്ക് ഒരു സോളാർ പാനൽ ഉണ്ട്, അത് കാരണം എനിക്ക് വലിയ ചാർജ് ആകുന്നില്ല. മന്ത്ലി 300 റുപ്പീസ് അങ്ങാണ്ട് എനിക്ക് എൻ്റെ ചാർജ് വരുന്നത്. അപ്പം ടോട്ടലി എക്കണോമിയാണ് എനിക്ക്. വണ്ടി ഏകദേശം 25,000 കിലോമീറ്റർ ഓടിയാൽ ഞാൻ ഒരു പ്രാവശ്യം 1,000 റുപ്പീസിനെ കണ്ട് വെളിയിൽ നിന്ന് ചാർജ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ സോളാർ ത്രൂ ആണ് നമ്മൾ ചാർജ് ചെയ്തത്. ഇത് MG ZS EVയുടെ ഒരു യൂസർ റിവ്യൂ ആയിരുന്നു. ഈ വാഹനത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്. ഹാപ്പി മോട്ടറിംഗ്.